ഇന്ന് എനിക്ക് കുറച്ച് ബീഫ് കിട്ടീനി. അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കലാന്ന്. ബീഫ് കട്ട് ചെയ്യാൻ ഭയങ്കര വിഷമമാണ്. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലെന്ന് വിചാരിച്ചിട്ട് ആ വിഷമമെല്ലാം അങ്ങ് മറന്നിട്ട് കട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഉമ്മ ഉണ്ടാക്കുന്ന കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ സിമ്പിളുമാണ്, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. ഈ തക്കാളിയിലൊന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ ബീഫ്. കൂടെ തന്നെ തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് മുളകും മല്ലിയും ഒന്ന് ചൂടാക്കി എടുത്തിട്ടേനു കേട്ടോ. ഉമ്മ ചൂടാക്കാണ്ട് ഒരു കറിയും ഇറച്ചിക്കറി വെക്കില്ല. കൂടെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് മീറ്റ് മസാല നിർബന്ധമില്ല, അതും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കിയിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകിയ പാടെ തന്നെ ബീഫ് കുക്കറിൽ ഇട്ടത് കൊണ്ട് തന്നെ വെള്ളം ചേർത്തില്ല, നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിന്. പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയാൽ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചൂടോടെ കുറച്ച് നെയ്ച്ചോറും കൂടി ഉണ്ടാക്കി. എനിക്ക് രാത്രി ആയാലും ഉച്ചയായാലും ഏത് ടൈമായാലും ബിരിയാണി നെയ്ച്ചോറും കഴിക്കുമ്പോൾ കട്ടന് നിർബന്ധമാണ് കേട്ടോ.